ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ഫീച്ചേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൈത്തൺ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിട്ടുള്ള എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അബ്നോർമലായിട്ട് ഒക്കർ ചെയ്യുന്ന ഇവൻറ്റിനെ പറയുന്ന പേരാണ് എക്സെപ്ഷൻ. അതായത് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന എററാണ്, അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പ്രോഗ്രാം യൂസ് ചെയ്ത് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് രണ്ട് വേരിയബിൾ ഉണ്ടെന്ന് കരുതുക, എക്സും വൈയും. ഈ എക്സും വൈയും വാല്യൂസ് കീബോർഡിൽ നിന്ന് യൂസറിനടുത്ത് നിന്ന് റീഡ് ചെയ്യാണ്. ദെൻ പ്രോഗ്രാമിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എക്സ് ബൈ വൈ എന്നുള്ളൊരു ഓപ്പറേഷൻ നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ, സപ്പോസ് നിങ്ങൾ വൈൻ്റെ വാല്യൂ 0 ആണ് റീഡ് ചെയ്തെന്ന് കരുതുക. അപ്പോൾ അവിടെ എക്സ് ബൈ 0 എന്നുള്ളൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് എക്സ് ബൈ 0 അല്ലെങ്കിൽ ഒരു വാല്യൂ ഡിവൈഡ് ബൈ 0 എന്നുള്ളത് കമ്പ്യൂട്ടറിന് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു ഓപ്പറേഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം യൂസ് ചെയ്ത് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതാണ് ഒരു എക്സെപ്ഷൻ. അതായത് സംതിങ് ഡിവൈഡ് ബൈ 0 അത് കമ്പ്യൂട്ടറിന് പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്പ്രഷനാണ് അല്ലെങ്കിൽ ഓപ്പറേഷനാണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഫയൽ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഫയൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ ആർഗ്യുമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏത് ഫയലാണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ ഫയൽ നിങ്ങൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇൻ കേസ് സപ്പോസ് ആ ഫയൽ നിങ്ങളെ കമ്പ്യൂട്ടറിനകത്ത് ഇല്ലയെന്ന് എഴുതുക, അല്ലെങ്കിൽ ബൈ ആക്സിഡൻ്റലി നിങ്ങൾ ആ ഫയൽ എങ്ങനെയും ഡിലീറ്റ് ചെയ്തു എന്ന് എഴുതുക. അപ്പോൾ അങ്ങനത്തെ കേസിൽ നിങ്ങൾ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഇല്ലാത്തൊരു ഫയലിനെ ഓപ്പൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലും അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യേണ്ട മെത്തേഡാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് സ്ലൈഡിലോട്ട് കിടക്കാം. നമുക്ക് സ്ലൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എക്സെപ്ഷൻ്റെ ചെറിയൊരു പ്രോഗ്രാം ഒന്ന് ചെയ്തു നോക്കാം, അതിനുശേഷം സ്ലൈഡിലോട്ട് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് വേരിയബിൾ യൂസ് ചെയ്തിട്ട്, അതായത് ഡിവിഷൻ ഒന്ന് പെർഫോം ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. ഇതേപോലെ തന്നെ സെക്കൻഡ് നമ്പർ റീഡ് ചെയ്യുക. തൽക്കാലം കോപ്പി പേസ്റ്റ് ചെയ്യാതെ എൻ്റർ ദ സെക്കൻഡ് നമ്പർ. രണ്ട് നമ്പർ റീഡ് ചെയ്തു. ഇനി നമുക്കൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. സി ഈക്വൽ ടു എക്സ് ബൈ വൈ. ദെൻ ആ റിസൾട്ട് ഒന്ന് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ദ റിസൾട്ട് ഈസ് കോമ സി. അതിനുശേഷം ഒരു മെസ്സേജും പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ഗുഡ് ബൈ. ഒരു മെസ്സേജും പ്രിൻ്റ് ചെയ്യാം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ 10, എൻ്റർ ദ സെക്കൻഡ് നമ്പർ 20, റിസൾട്ട് ഈസ് 0.5 ഗുഡ് ബൈ. ഇത് സാധാരണ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റ് റിസൾട്ട് വന്നു. അതിനുശേഷം ഗുഡ് ബൈ എന്നുള്ള മെസ്സേജും പ്രിൻ്റ് ചെയ്തു. ഇതൊന്നും കൂടി ഒന്ന് റൺ ചെയ്യാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ, നമ്മൾ 10 കൊടുത്തു. എൻ്റർ ദ സെക്കൻഡ് നമ്പർ എന്നുള്ളത് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സി ഈക്വൽ ടു എക്സ് ബൈ 0, അതായത് 10/0 ആണ് പെർഫോം ചെയ്യുക. ഇപ്പോൾ 10/0 പെർഫോം ചെയ്യുമ്പോൾ അത് കമ്പ്യൂട്ടറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഓപ്പറേഷനാണ്. എനിത്തിങ് ഡിവൈഡ് ബൈ 0 കമ്പ്യൂട്ടറിന് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഡിവിഷൻ ബൈ 0 എററാണ് കാണിച്ചത്, 0 ഡിവിഷൻ എറർ. എന്നിട്ട് പ്രോഗ്രാം നേരെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തത്. ഇവിടെ ഈ ഗുഡ് ബൈ എന്നുള്ള മെസ്സേജ് പോലും പ്രിൻ്റ് ആയില്ല. അതായത് ഇവിടെ ഈ ലൈൻ എത്തിയപ്പോൾ, 4th ലൈൻ എത്തിയപ്പോൾ പ്രോഗ്രാം സ്റ്റോപ്പായി. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാണ്ട് ഇങ്ങനൊരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഡിവിഷൻ ബൈ 0 എന്നുള്ളൊരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാം. ഇവിടെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് കീവേഡാണ് ട്രൈ ആൻഡ് എക്സെപ്റ്റ്. ട്രൈ ആൻഡ് എക്സെപ്റ്റ് ഇതെന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഡിവിഷൻ നോട്ട് പോസിബിൾ. ഓക്കെ, ഇനി ഒന്ന് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ 10, എൻ്റർ ദ സെക്കൻഡ് നമ്പർ 20. നേരത്തെ അതേ റിസൾട്ട് തന്നെയാണ് വന്നത്. റിസൾട്ട് ഈസ് 0.5 ഗുഡ് ബൈ. ഇനി ഒന്നും കൂടി റൺ ചെയ്യാം. 0 കൊടുത്തൊന്ന് റൺ ചെയ്ത് നോക്കാം.
എൻ്റർ ദ ഫസ്റ്റ് നമ്പർ 10, എൻ്റർ ദ സെക്കൻഡ് നമ്പർ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും പ്രോഗ്രാം കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. ഡിവിഷൻ നോട്ട് പോസിബിൾ, ദെൻ അതിനുശേഷം ഗുഡ് ബൈ എന്നുള്ള മെസ്സേജും പ്രിൻറ്റ് ചെയ്തു. അതായത് ഇവിടെ ഈ 4ാമത്തെ അല്ലെങ്കിൽ 5ാമത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാം ഇവിടെ സ്റ്റോപ്പ് ആയില്ല. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മീനിങ് ട്രൈ ദീസ് സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് സംതിങ് ഹാപ്പൻസ് എന്ത് ചെയ്യണം, ഈ ഒരു എക്സെപ്റ്റിനകത്ത് നിങ്ങൾ എന്താണ് എഴുതിയിട്ടുള്ളത് ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ ഇതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്. അതിനുശേഷം പ്രോഗ്രാം ബാക്കിയുള്ള ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യും. നേരത്തെ നമ്മൾ പ്രോഗ്രാം ഇവിടെ എത്തിയപ്പോൾ പ്രോഗ്രാം സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ പ്രോഗ്രാം സ്റ്റോപ്പ് ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്. ഇനി നമുക്ക് നേരെ സ്ലൈഡിലോട്ട് കിടക്കാം. എക്സെപ്ഷൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രോഗ്രാമിനകത്ത് വരുന്ന 2 ടൈപ്പ് എറേഴ്സ് ഒന്ന് നോക്കാം. മെയിനായിട്ട് 2 ടൈപ്പ് എറേഴ്സ് ആണ് ഒരു പ്രോഗ്രാമിനകത്ത് ജനറേറ്റ് ആവാറ്. അതിൽ ഫസ്റ്റ് വണ്ണ് സിൻടാക്സ് എറർ, സെക്കൻഡ് വണ്ണ് റൺ ടൈം എറർ. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രാമിനകത്ത് എഴുതുന്ന സ്റ്റേറ്റ്മെന്റിൽ സിൻടാക്സിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ട് ഉണ്ടാകുന്ന എററാണ് സിൻടാക്സ് എറർ. സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാനൊരു മെത്തേഡ് ഉണ്ട്. അതായത് നിങ്ങൾ പ്രിന്റ് എന്നുള്ള ഫംഗ്ഷൻ എഴുതും, ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണോ മോണിറ്ററിൽ പ്രിന്റ് ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ്മെന്റ് ഡബിൾ കോട്ടിൽ കൊടുക്കുകയാണ് ചെയ്യാറ്. സപ്പോസ് നിങ്ങൾ ആ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതിയപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട് കൊടുക്കാൻ വിട്ടുപോയി, നിങ്ങൾ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതി. അപ്പോൾ അതൊരു സിൻടാക്സ് എററാണ്. അപ്പോൾ അങ്ങനത്തെ എററിന് പറയുന്ന പേരാണ് സിൻടാക്സ് എറർ. നോർമലി അത് പ്രോഗ്രാമിന്റെ സിൻടാക്സിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് സിൻടാക്സ് എറർ നോർമലി ജനറേറ്റ് ആവാറ്. ഇനി സെക്കൻഡ് എററാണ് റൺ ടൈം എറർ. അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ വരുന്ന ടൈപ്പ് എററാണ് റൺ ടൈം എറർ. സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യൂസർ ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ഈക്വൽ ടു ഒരു വാല്യൂ റീഡ് ചെയ്തു, ദെൻ വൈ ഈക്വൽ ടു സെക്കൻഡ് വാല്യൂ റീഡ് ചെയ്തു. അപ്പോൾ അവിടെ ഇൻഡിജർ വാല്യൂ ആണ് പ്രോഗ്രാം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എക്സും വൈയും ഇൻഡിജർ വാല്യൂസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങളൊരു എന്തെങ്കിലും ഒരു ക്യാരക്ടർ കൊടുത്തു എന്ന് കരുതുക, ഒരു സ്പെഷ്യൽ സിമ്പിൾ എന്തെങ്കിലും ക്യാരക്ടർ കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ അങ്ങനത്തെ കേസിൽ അത് എക്സിക്യൂഷൻ ടൈമിൽ പ്രോഗ്രാം യൂസർ എന്ത് ചെയ്തു, ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള ഡാറ്റ ഇൻപുട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ജനറേറ്റ് ആവുന്ന എററാണ് റൺ ടൈം എറർ. ഇപ്പോൾ നോർമലി റൺ ടൈം എറർ ജനറേറ്റ് ആവാനുള്ള റീസൺസ് പറയുന്നത് യൂസർ ഇൻവാലിഡ് ആയിട്ടുള്ള ഡാറ്റ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ അത് റൺ ടൈം എറർ ജനറേറ്റ് ആവാം. സെക്കൻഡ് വൺ പ്രോഗ്രാമിംഗ് ലോജിക്. നിങ്ങൾ എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും പ്രോഗ്രാം ലോജിക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിലും അത് റൺ ടൈം എററാണ്. പക്ഷെ അവിടെ സിൻടാക്സിൽ മിസ്റ്റേക്ക് ഇല്ല, പക്ഷെ നിങ്ങളെ ലോജിക്കിനകത്ത് പ്രോഗ്രാം ലോജിക്കിനകത്തുള്ള മിസ്റ്റേക്ക്. അതുപോലെ തന്നെ മെമ്മറി പ്രോബ്ലം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലിസ്റ്റിനകത്തുള്ള വാല്യൂ നിങ്ങൾ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് റീഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫയൽ ആക്സസിൻ്റെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവിടെ മെമ്മറിയിൽ ആ ഫയൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതും മെമ്മറി പ്രോബ്ലമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡ് ഡിസ്കിനകത്ത് എന്തെങ്കിലും ബാഡ് സെക്ടറൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതും മെമ്മറി പ്രോബ്ലമാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങളെ പ്രോഗ്രാം കമ്പൈലേഷൻ സ്റ്റേജിൽ കാണിക്കില്ല, പക്ഷേ എക്സിക്യൂഷൻ ടൈമിലായിരിക്കും ഈ ടൈപ്പ് എറർ നോർമലി വരാറ്. പൈത്തണിൻ്റെ കേസിൽ കമ്പൈലേഷൻ എന്നുള്ള സ്റ്റേജ് ഇല്ല, എക്സിക്യൂഷൻ ഓരോ ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുക. സോ സച്ച് ടൈപ്പ് ഓഫ് എറേഴ്സ് ആർ കോൾഡ് റൺ ടൈം എറേഴ്സ്. ഒരു സിമ്പിളായിട്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പ്രിന്റ് 10/0. സോ ഡിവിഷൻ ബൈ 0 എന്നുള്ളത് കമ്പ്യൂട്ടറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതൊരു റൺ ടൈം എററിന് എക്സാമ്പിൾ ആണ്. ഇനി എക്സെപ്ഷന്റെ ഡെഫിനിഷൻ നോക്കാം. An unexpected event which disturbs the normal flow of the program is called exception. അതായത് നിങ്ങളുടെ പ്രോഗ്രാമിന്റെ നോർമൽ ഫ്ലോയിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒക്കർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എക്സെപ്ഷൻ. നിങ്ങൾ പ്രോഗ്രാമിന്റെ ലോജിക്കൽ മിസ്റ്റേക്ക് ഒന്നുമില്ല, പക്ഷേ നിങ്ങൾ എക്സിക്യൂഷൻ ടൈമിൽ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒക്കർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫയൽ ആക്സസിന്റെ പ്രോഗ്രാമിനകത്ത് ഫയൽ മെമ്മറിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇനി അതല്ല വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ ചാറ്റ് ചെയ്യേണ്ട പ്രോഗ്രാം ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ ഇവിടെ ഇൻ ബിറ്റ്വീൻ ഈ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണക്ഷൻ ഫെയിലിയർ വരികയാണെന്നുണ്ടെങ്കിൽ അതും ഒരു എക്സെപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇവന്റ് ആണ്, അതാണ് എക്സെപ്ഷൻ. അപ്പോൾ അങ്ങനെ ഒരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇമ്മീഡിയറ്റ്ലി സോൾവ് ചെയ്യണം. പ്രോഗ്രാമിനകത്ത് തന്നെ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് തന്നെ സോൾവ് ചെയ്യണം. അതായത് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാണ്ട്, നേരത്തെ എക്സാമിനകത്ത് നമ്മൾ എക്സ് ബൈ വൈ ചെയ്തപ്പോൾ, ഡിവിഷൻ ബൈ 0 ചെയ്തപ്പോൾ പ്രോഗ്രാം സ്റ്റോപ്പായി. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റോപ്പ് ചെയ്യാണ്ട് പ്രോഗ്രാം ഫർദർ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യണം. അതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്. അതായത് അതിനുള്ള ഹാൻഡിൽ ചെയ്യാനുള്ള കോഡും നിങ്ങൾ പ്രോഗ്രാമിനകത്ത് തന്നെ എഴുതണം. So for every exception type, a corresponding class is available and every exception is an object to its corresponding class. പൈത്തൺ പ്രോഗ്രാമിനകത്ത് ഓരോ എക്സെപ്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് ക്ലാസ് അവൈലബിൾ ആണ്. അത് ഏത് ടൈപ്പ് എക്സെപ്ഷൻ ആയിക്കോട്ടെ. അങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് നമുക്ക് അടുത്ത സ്ലൈഡിനകത്ത് പറയാം.
അപ്പോൾ ഓരോ ടൈപ്പ് എക്സെപ്ഷനും ഓരോ ക്ലാസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ പൈത്തൺ ഇന്റർപ്രറ്റർ ചെയ്യുക, അതിന്റെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. ഇനി ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് എറർ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്ക് മോണിറ്ററിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. So whenever an exception occurs, Python virtual machine will create corresponding exception object and will check for handling code. Suppose handling code available ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ നേരെ ഹാൻഡ്ലിംഗ് കോഡിലോട്ട് ജമ്പ് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ പ്രോഗ്രാം സ്റ്റോപ്പ് ആവും. നമുക്ക് പ്രോഗ്രാം സ്റ്റോപ്പ് ആവാൻ പാടില്ല, പ്രോഗ്രാം ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സും കൂടി എക്സിക്യൂട്ട് ചെയ്യണം. എന്താണ് എറർ വന്നുള്ളത് ആദ്യം യൂസറിന് കാണിച്ചു കൊടുക്കണം, അതിനുശേഷം ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റും കൂടി എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സെപ്ഷൻ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യിക്കണം. അതാണ് ഇതിന്റെ യൂസേജ് വരുന്നത്. ഇനി പൈത്തണിനകത്ത് യൂസ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ പൈത്തൺ എക്സെപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ്സസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് EOF എറർ, അതായത് എൻഡ് ഓഫ് ഫയൽ എറർ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഒരു പൈത്തൺ പ്രോഗ്രാം, ഒരു ഫയൽ ആക്സസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾ എഴുതാന്ന് കരുതുക. അതായത് ഫയലിൽ നിന്ന് കണ്ടന്റ് റീഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോപ്പിയിങ് പ്രോഗ്രാം, ഫയൽ കോപ്പിയിങ് പ്രോഗ്രാം. അവിടെ ഫസ്റ്റ് ഫയലിൽ നിന്ന് കണ്ടന്റ് റീഡ് ചെയ്തിട്ട് സെക്കൻഡ് ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇവിടെ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഫയലിൽ നിന്ന് കണ്ടന്റ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റീഡ് ചെയ്യുമ്പോൾ എൻഡ് ഓഫ് ഫയൽ എത്തിക്കഴിഞ്ഞാൽ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ആവും. അതായത് കംപ്ലീറ്റ് കണ്ടന്റ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ആവും. സോ ദാറ്റ് എക്സെപ്ഷൻ ഈസ് കോൾഡ് EOF എറർ. അപ്പോൾ അങ്ങനെ ഒരു EOF എത്തിക്കഴിഞ്ഞാൽ, എൻഡ് ഓഫ് ഫയൽ എത്തിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ഹാൻഡ്ലിംഗ് കോഡ് നിങ്ങൾ എഴുതേണ്ടി വരും. ദെൻ ആട്രിബ്യൂട്ട് എറർ ഉണ്ട്. Raised when we try to access an attribute of an object that doesn't actually exist. അതായത് നിങ്ങൾ ഒരു ക്ലാസ്സും ഒബ്ജക്റ്റിന്റെ പ്രോഗ്രാം ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഒബ്ജക്റ്റിന് അതിന്റെ ആട്രിബ്യൂട്ട്സും ബിഹേവിയറും നോർമലി നിങ്ങൾ ഡിഫൈൻ ചെയ്യും. ഇതൊക്കെ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് ഇല്ലാത്തൊരു ആട്രിബ്യൂട്ട് നിങ്ങൾ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴും എക്സെപ്ഷൻ ജനറേറ്റ് ആവും. സോ ദാറ്റ് എക്സെപ്ഷൻ ഈസ് കോൾഡ് ആട്രിബ്യൂട്ട് എറർ. ദെൻ തേർഡ് ടൈപ്പ് എക്സെപ്ഷൻ ആണ് ടാബ് എറർ. അതായത് നിങ്ങൾക്കറിയാം പൈത്തൺ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് തന്നെ ഇൻഡന്റേഷന്റെ ബേസിലാണ്. ഇപ്പോൾ നിങ്ങളൊരു ഫോർ ലൂപ്പ് എഴുതുകയാണെങ്കിൽ ആ ഫോർ സ്റ്റേറ്റ്മെന്റ് എഴുതും, അതിന് താഴെ ഒരു ടാബ് സ്പേസ് കൊടുത്തിട്ടാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് എഴുതുക. ഞാൻ അതിൽ ഒരു ക്ലാസ് ആണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ക്ലാസ് എഴുതും, അതിന് താഴെ ഒരു ടാബ് സ്പേസ് കൊടുത്തിട്ടാണ് നിങ്ങൾ പ്രോഗ്രാം എഴുതുക. ഇനി നിങ്ങൾ ഇൻഡന്റേഷൻ കൊടുക്കാതെ ടാബ് സ്പേസ് കൊടുക്കാണ്ട് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടാബ് എറർ ആണ്, ടാബിൽ വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഇന്നർ ലൂപ്പും ഔട്ടർ ലൂപ്പും ഒക്കെ എഴുതുമ്പോഴും പ്രോപ്പറായിട്ട് നിങ്ങൾ ടാബ് സ്പേസ് കൊടുക്കണം. അപ്പോൾ ആ ടാബ് സ്പേസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇൻഡന്റേഷൻ എറർ ആണ്, അല്ലെങ്കിൽ ടാബ് എറർ ആണ്. അടുത്ത ടൈപ്പ് എക്സെപ്ഷൻ ആണ് ഇമ്പോർട്ട് എറർ. അതായത് നിങ്ങൾ മൊഡ്യൂൾസ് ഇമ്പോർട്ട് ചെയ്യാറുണ്ട് പ്രോഗ്രാമിനകത്തോട്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇമ്പോർട്ട് മാത്ത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാത്തമാറ്റിക്കൽ മൊഡ്യൂൾസ് നിങ്ങളെ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ജനറേറ്റ് ആവുന്ന എക്സെപ്ഷൻ ആണ് ഇമ്പോർട്ട് എറർ. റൈസ്ഡ് വെൻ ഇമ്പോർട്ടിംഗ് ദ മൊഡ്യൂൾ ഫെയിൽസ്. ഇതിനടുത്തത് ഇൻഡെക്സ് എറർ. നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റിനകത്തുള്ള ഒരു വാല്യൂ ഔട്ട് ഓഫ് ഇൻഡെക്സ് നിങ്ങൾ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന എക്സെപ്ഷൻ ആണ് ഇൻഡെക്സ് എറർ. ദെൻ കീബോർഡ് ഇന്ററപ്റ്റ്. റൈസ്ഡ് വെൻ യൂസർ ഇൻപുട്സ് ഇന്ററപ്റ്റ് കീസ്. അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ പ്രോഗ്രാം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ Ctrl+C അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം അബ്നോർമലി സ്റ്റോപ്പ് ആവും. അപ്പോൾ അങ്ങനെ വരുന്ന എക്സെപ്ഷൻ ആണ് കീബോർഡ് ഇന്ററപ്റ്റ്. Then name error. Raised when a variable is not found in the local or global scope. അതായത് ലോക്കൽ സ്കോപ്പും ഗ്ലോബൽ സ്കോപ്പും എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫംഗ്ഷനുള്ളിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ വേരിയബിൾ ആ ഫംഗ്ഷനുള്ളിൽ ലോക്കൽ സ്കോപ്പാണ്. അതായത് ആ വേരിയബിളിന് ആ ഫംഗ്ഷനുള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതല്ല നിങ്ങൾ എല്ലാ ഫംഗ്ഷനെയും പുറത്തൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഗ്ലോബൽ സ്കോപ്പാണ്. ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ മുമ്പ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫംഗ്ഷനകത്തും നിങ്ങൾക്ക് ആ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ വേരിയബിൾസ് ആക്സസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഫംഗ്ഷനുള്ളിൽ ഇല്ലാത്ത ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഫംഗ്ഷനുള്ളിൽ ഡിഫൈൻ ചെയ്യാത്ത ഒരു വേരിയബിളിനെ നിങ്ങൾ ആ ഫംഗ്ഷനുള്ളിൽ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എറർ വരും. സോ ദാറ്റ് എറർ ഈസ് നെയിം എറർ. ദെൻ വാല്യൂ എറർ ഉണ്ട്. occurs when the operation or function receives an argument with the right type but the wrong value given. അതായത് നിങ്ങൾ ഫംഗ്ഷന് ആർഗ്യുമെന്റ് ആയിട്ട് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, ഫംഗ്ഷനുള്ളിലോട്ട് വാല്യൂസ് പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു നെയിം എന്നുള്ളൊരു വേരിയബിൾ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുത്തു തരുക. അപ്പോൾ ആ നെയിം എന്നുള്ളത് നിങ്ങൾക്കറിയാം ഒരു സ്ട്രിങ് ആയിട്ട് തന്നെ റീഡ് ചെയ്യണം. ആ സ്ട്രിങ് റീഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ കൊടുത്തു തരിക. അപ്പോൾ അത് വാല്യൂ എറർ ആണ്, ടൈപ്പിൽ വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആണ്, ഡാറ്റ ടൈപ്പിൽ വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. ദെൻ സീറോ ഡിവിഷൻ എറർ ഉണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ, അതായത് ഡിവിഷൻ ബൈ സീറോ ചെയ്യുമ്പോൾ വരുന്ന എററാണ് സീറോ ഡിവിഷൻ എറർ. ഇതെല്ലാം റൺ ടൈം എറേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിനെ എക്സെപ്ഷൻ എന്ന് വിളിക്കും.
ദെൻ സിസ്റ്റം എറർ റൈസ്ഡ് വെൻ ദ ഇന്റർപ്രറ്റർ ഡിറ്റക്ട്സ് ആൻ ഇന്റേണൽ എറർ. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ എക്സിക്യൂഷൻ ടൈമിൽ OS റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ അതിനെ സിസ്റ്റം എറർ എന്നാണ് പറയാം. നെക്സ്റ്റ്, ഹൗ ടു ഹാൻഡിൽ എക്സെപ്ഷൻ ഇൻ പൈത്തൺ. പൈത്തണിൽ എക്സെപ്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്തു. ബേസിക് ആയിട്ട് പൈത്തണിനകത്ത് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ 2 കീവേഡാണ് യൂസ് ചെയ്യുന്നത്, ട്രൈ ആൻഡ് എക്സെപ്റ്റ്. ഈ 2 കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുക. The simple way for handling exception in Python is by using try and except block. Run the code under the try statement. When the exception is raised, execute the code under the except statement. അതായത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, അതായത് നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു പർട്ടിക്കുലർ ലൈനിൽ എക്സെപ്ഷൻ ജനറേറ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊരു ട്രൈ ബ്ലോക്കിനുള്ളിൽ കൊടുക്കുക. ആ സ്റ്റേറ്റ്മെന്റ് ഒരു ട്രൈ ബ്ലോക്കിനുള്ളിൽ കൊടുക്കുക. സപ്പോസ് ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എക്സെപ്ഷൻ ജനറേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ നേരെ ഓട്ടോമാറ്റിക്കായിട്ട് എക്സെപ്റ്റ് എന്നുള്ള ബ്ലോക്കിനകത്തോട്ട് പോയിക്കോളും. അപ്പോൾ ഇവിടെ ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. അതായത് നിങ്ങൾക്കൊരു ട്രൈ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും, ദെൻ കോളൻ കൊടുത്തിട്ട് ഒരു ടാബ് സ്പേസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യേണ്ട കോഡ് എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ചാറ്റ് പ്രോഗ്രാം ചെയ്യാണ്, 2 കമ്പ്യൂട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യേണ്ട മെസ്സേജ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ട്രൈ ബ്ലോക്കിനുള്ളിൽ കൊടുക്കുക. ട്രൈ ബ്ലോക്കിനുള്ളിൽ കൊടുക്കുക. സപ്പോസ് ഇൻ കേസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ബിറ്റ്വീൻ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഫെയിലിയർ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ എക്സെപ്റ്റ് ബ്ലോക്കിനകത്തോട്ട് പോയിക്കോളും. അതാണ് ഇതിന്റെ യൂസേജ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൈ ബ്ലോക്കിനുള്ളിൽ കൊടുക്കുക. എക്സെപ്ഷൻ ജനറേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സെപ്റ്റ് എന്നുള്ള ബ്ലോക്കിനകത്തോട്ട് പോയിക്കോളും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്തോളും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ട്രൈ പ്രിന്റ് എക്സ് ദെൻ എക്സെപ്റ്റ് ആൻ എക്സെപ്ഷൻ ഹാസ് ഒക്കേർഡ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ എക്സ് എന്നുള്ള വേരിയബിൾ എന്താണെന്നുള്ളത് നമ്മൾ പ്രോഗ്രാമിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടില്ല. എക്സ് എന്നുള്ള വേരിയബിൾ എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇതാണ് നെയിം എറർ. അപ്പോൾ ഇവിടെ പ്രിന്റ് എക്സ്, എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ നോക്കുകയാണ്, പക്ഷേ എക്സിന്റെ വാല്യൂ അറിയില്ല, ഇന്റർപ്രറ്ററിന് അറിയില്ല. അപ്പോൾ നേരെ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ എക്സെപ്റ്റ് എന്നുള്ള ബ്ലോക്കിനകത്തോട്ട് പോയിക്കോളും. ആൻഡ് എക്സെപ്ഷൻ ഹാസ് ഒക്കേർഡ് എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് ഇവിടെ പ്രിന്റ് ചെയ്യും. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ. ഇവിടെ 2 കോഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ടോപ്പിൽ കോഡ് വിത്ത് എക്സെപ്ഷൻ, എക്സെപ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു കോഡ് സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടുണ്ട്. താഴെ എക്സെപ്ഷൻ യൂസ് ചെയ്യാണ്ട് കോഡ് വിത്തൗട്ട് എക്സെപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം മേലത്തെ കേസ് ഒന്ന് നോക്കാം. ഇവിടെ പ്രിന്റ് 1 പ്രിന്റ് 2, ആ 1ഉം 2 ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ട്രൈ 10/0, ഇവിടെ ഡിവിഷൻ ബൈ 0 ആണ് ചെയ്യുന്നത്. അതിനുള്ളിൽ നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൺട്രോൾ നിങ്ങൾക്ക് അറിയാം എക്സെപ്റ്റ് എന്നുള്ള ബ്ലോക്കിനകത്തോട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ആ എക്സെപ്ഷന്റെ പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രോഗ്രാം വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൺട്രോൾ നേരെ ഈ എക്സെപ്റ്റ് ബ്ലോക്കിനകത്തോട്ടാണ് വരിക. എക്സെപ്റ്റ് ബ്ലോക്കിനകത്ത് എന്താണ് കൊടുത്തിട്ടുള്ളത്, എക്സെപ്ഷൻ പാസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 4ഉം 5ഉം പ്രിന്റ് ചെയ്യും. അപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇതായിരിക്കും, 1 2 എക്സെപ്ഷൻ പാസ്ഡ് 4 5. ഇനി സെക്കൻഡ് കേസിൽ ഇവിടെ കോഡ് വിത്തൗട്ട് എക്സെപ്ഷൻ ആണ്, എക്സെപ്ഷൻ ഇല്ലാത്തൊരു പ്രോഗ്രാം ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കേസിലും 1ഉം 2ഉം അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യും. ട്രൈ 10/2, അതായത് ഈ 10/2 ട്രൈ ചെയ്ത് നോക്കാനാണ് പറയുന്നത്. ഇത് നിങ്ങൾക്കറിയാം ഒരു വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് 5 എന്നുള്ള റിസൾട്ട് കിട്ടും. ദെൻ നോ എക്സെപ്ഷൻ എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യും. ദെൻ 4ഉം 5ഉം പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ എക്സെപ്റ്റ് ബ്ലോക്കിനകത്തോട്ട് വരേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇത് വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അതല്ല നിങ്ങൾക്ക് എക്സെപ്ഷൻ എന്ത് ടൈപ്പ് എക്സെപ്ഷൻ ആണ് ജനറേറ്റ് ആയി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. ആദ്യം ട്രൈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഇവിടെ 10/0 ആണ് ചെയ്യുന്നത്. എക്സെപ്റ്റ് 0 ഡിവിഷൻ എറർ ആസ് സെഡ്, അതായത് ഈ 0 ഡിവിഷൻ എററിനെ നിങ്ങൾ സെഡ് എന്നുള്ള പേരിൽ വിളിക്കുക, അതാണ് ഇതിന്റെ മീനിങ്. ദെൻ എക്സെപ്ഷൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഇൻഫർമേഷൻ എന്താണോ അത് ഇവിടെ പ്രിന്റ് ചെയ്യിക്കാം. ഇത് നിർബന്ധമുള്ള കേസല്ല, നിങ്ങൾക്ക് സിംപ്ലി എക്സെപ്റ്റ് എന്ന് കൊടുത്താലും മതി. സോ ദ ഔട്ട്പുട്ട് വിൽ ബി എക്സെപ്ഷൻ ഇൻഫർമേഷൻ ഡിവിഷൻ ബൈ 0, അതായത് സെഡ് എന്നുള്ള എന്താണ് അതിവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചു തരും. എന്ത് ടൈപ്പ് എക്സെപ്ഷൻ ആണ് ജനറേറ്റ് ആയി എന്നുള്ളത് യൂസറിന് കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്.
ഇനി നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിനകത്ത് മൾട്ടിപ്പിൾ എക്സെപ്റ്റ് ബ്ലോക്ക്, ഒരു സിംഗിൾ ട്രൈക്ക് മൾട്ടിപ്പിൾ എക്സെപ്റ്റ് ബ്ലോക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നേരത്തെ പറഞ്ഞത് ഒരു ട്രൈ സ്റ്റേറ്റ്മെന്റ് അതിന്റെ കറസ്പോണ്ടിങ് എക്സെപ്റ്റ് ബ്ലോക്ക് ആണ് പറഞ്ഞത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു ട്രൈ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിൽ മൾട്ടിപ്പിൾ എക്സെപ്റ്റ് ബ്ലോക്ക് കൊടുക്കാൻ പറ്റും. അതിന് മീനിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, അതിനകത്ത് ജനറേറ്റ് ആകുന്ന പോസിബിൾ ആയിട്ടുള്ള എക്സെപ്ഷൻസ് ആണ് നിങ്ങൾ താഴെ കൊടുക്കുക. അതാണ് അതിന്റെ മീനിങ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ട്രൈ x equal to int of input of enter first number, y equal to int of input of enter the second number, print x by y. നമ്മൾ നേരത്തെ ചെയ്ത അതേ എക്സാമ്പിൾ ആണ്. except zero division error, അതായത് യൂസർ ഇൻപുട്ട് ചെയ്ത് y-ന്റെ വാല്യൂ 0 ഇൻപുട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. cannot divide with 0 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും. സപ്പോസ് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ എക്സും വൈയും ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻറ്റിജർ വാല്യൂസ് ആണ്. യൂസർ ഇൻപുട്ട് ചെയ്തത് ഒരു സ്ട്രിംഗ് ഇൻപുട്ട് ചെയ്തെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്തെന്ന് കരുതുക. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഈ ട്രൈക്കകത്ത് ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കൺട്രോൾ നേരെ ഈ വാല്യൂ എററിലോട്ടാണ് വരിക. അതായത് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു സീറോ ഡിവിഷൻ എറർ, ഇറ്റ് വിൽ ഡയറക്റ്റ് ടു വാല്യൂ എറർ. ഈ ഒരു എക്സെപ്റ്റ് ബ്ലോക്കിനകത്തോട്ടാണ് ഇതിനെ ഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ enter the first number 4, enter the second number 0 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ cannot divide with 0 എന്നുള്ള മെസ്സേജ്, അതായത് ഈ ഒരു എക്സെപ്റ്റ് ബ്ലോക്ക് വർക്ക് ചെയ്യും. സപ്പോസ് യൂസർ enter the second number 0 ഇൻപുട്ട് ചെയ്യുന്നതിന് വരാണ്ട് യൂസർ o എന്നുള്ള ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0ക്ക് പകരം o ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 6/o എന്നുള്ളത് ഒരു ക്യാരക്ടർ ആണ്, അത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ പ്ലീസ് പ്രൊവൈഡ് ദ വാല്യൂ ഓൺലി പറഞ്ഞിട്ട്, ഇൻറ്റിജർ വാല്യൂ ഓൺലി എന്ന് പറഞ്ഞിട്ട് അത് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ട്രൈ ബ്ലോക്ക് അതിന് മൾട്ടിപ്പിൾ എക്സെപ്റ്റ് ബ്ലോക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ എക്സെപ്ഷന് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ x ഈക്വൽ ടു സംതിങ്, y ഈക്വൽ ടു സം വാല്യൂ, ദെൻ പ്രിന്റ് x ബൈ y എക്സെപ്റ്റ് സീറോ ഡിവിഷൻ എറർ, കോമ വാല്യൂ എറർ ആസ് ഇ. ഇതും ഒരു എലിയാസിംഗ് ആണ്, അതായത് ഈ ടൈപ്പ് എററുകളെ ഈ ഒരു പേരിൽ അറിയപ്പെടുക. അതായത് എറർ മെസ്സേജ് എന്താണെന്നുള്ളത് കാണിക്കാനും വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ കൊടുക്കണം നിർബന്ധമില്ല, ഇതുപോലെ കൊടുത്താലും മതി. ഇനി നിങ്ങൾക്ക് ചില കേസിൽ ട്രൈ എക്സെപ്റ്റിന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എൽസ് ബ്ലോക്ക് വേണമെങ്കിൽ കൊടുക്കാം. സോ വെൻ ദ ട്രൈ സ്റ്റേറ്റ്മെന്റ് ഡസ് നോട്ട് റൈസ് ആൻ എക്സെപ്ഷൻ, കോഡ് എൻറ്റേഴ്സ് ഇൻ ടു ദി എൽസ് ബ്ലോക്ക്. ഇറ്റ് ഈസ് റെമഡി ഓപ്ഷൻ വെൻ യു എക്സ്പെക്ട് എ പാർട്ട് ഓഫ് യുവർ സ്ക്രിപ്റ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ എക്സെപ്ഷൻ. അതായത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും എക്സെപ്ഷൻ ജനറേറ്റ് ആവുകയാണെങ്കിൽ ഈ ബ്ലോക്കിനകത്തോട്ട് വരും. ഇനി അതല്ല സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് കൺട്രോൾ നേരെ ഈ എൽസ് ബ്ലോക്കിനകത്തോട്ടാണ് വരിക. അതാണ് ഇതിന്റെ മീനിങ്. സോ സ്റ്റേറ്റ്മെന്റ് ഡസ് നോട്ട് റൈസ് ആൻ എക്സെപ്ഷൻ, കോഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ എൽസ് ബ്ലോക്ക്. സോ വെൻ ദർ ഈസ് നോ എക്സെപ്ഷൻ, എക്സിക്യൂട്ട് ദ കോഡ് അണ്ടർ ദ എൽസ് ആഫ്റ്റർ ട്രൈ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളിൽ ട്രൈ റിസൾട്ട് ഈക്വൽ ടു 1/3. അപ്പോൾ ഇവിടെ റിസൾട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷം നേരെ ആ റിസൾട്ട് എന്താണെന്നുള്ളത് പ്രിന്റ് ചെയ്യും. അടുത്തത് ഫൈനലി കീവേഡ്. ഫൈനലി കീവേഡ് നോർമലി ട്രൈ എക്സെപ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൂടെ എഴുതുന്നൊരു കീവേഡാണ് ഫൈനലി കീവേഡ്. അതായത് നിങ്ങളുടെ പ്രോഗ്രാം ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫൈനലി എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഫൈനലി ബ്ലോക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾ എഴുതാറ്. ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലത്തെ എക്സാമ്പിൾ ആണെങ്കിൽ രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആ ട്രൈനകത്ത് നിങ്ങൾ ആ രണ്ട് ഡിവൈസ് തമ്മിൽ കണക്ഷൻ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം, ദെൻ മെസ്സേജസ് എല്ലാം സെൻഡ് ചെയ്യണം. ഓക്കെ, ഇനി ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ കണക്ഷൻ ക്ലോസ് ചെയ്യണം. അപ്പോൾ ആ കണക്ഷൻ ക്ലോസ് ചെയ്യൽ നിർബന്ധമാണ്. അത് നിങ്ങൾ നോർമലി ഫൈനലി ബ്ലോക്കിനുള്ളിലാണ് എഴുതുക. അപ്പോൾ ഇവിടെ ഫൈനലി ബ്ലോക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ട്രൈ എക്സെപ്റ്റ് ഇറ്റ് വിൽ എക്സിക്യൂട്ട് കമ്പൾസറിലി. അതായത് ഇവിടെ ദ ഫൈനലി ബ്ലോക്ക് ഓഫ് കോഡ് ഈസ് റൺ ആഫ്റ്റർ ട്രൈ എക്സെപ്റ്റ് ആൻഡ് ദ എൽസ് ബ്ലോക്ക്. അതായത് ഇതെല്ലാം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഫൈനലി ഉള്ള സ്റ്റേറ്റ്മെന്റ് എന്തായാലും റൺ ചെയ്യും. അതാണ് ഓൾവേസ് റൺ ദ കോഡ് അണ്ടർ ഫൈനലി. സോ ഇറ്റ് ഈസ് ക്വൈറ്റ് യൂസ്ഫുൾ ഇൻ ക്ലീനിങ് അപ്പ് റിസോഴ്സസ് ആൻഡ് ക്ലോസിംഗ് ദ ഒബ്ജക്ട്, എസ്പെഷ്യലി ക്ലോസിംഗ് ദ ഫയൽസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫയൽ ഹാൻഡ്ലിംഗ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും, ട്രൈക്കകത്ത് നിങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്യും, ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് എക്സെപ്റ്റ് കോഡ് എഴുതും, എൽസ് ബ്ലോക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം.
ഫൈനലി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫയൽ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഫയൽ ക്ലോസ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡാറ്റാബേസുമായിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് പ്രോഗ്രാം ആണെങ്കിൽ ഡാറ്റാബേസുമായിട്ടുള്ള കണക്ഷൻ ക്ലോസ് ചെയ്യണം. നെറ്റ്വർക്ക് ചാറ്റ് പ്രോഗ്രാം ആണെങ്കിൽ നെറ്റ്വർക്ക് കണക്ഷൻ ക്ലോസ് ചെയ്യണം. ഇതുപോലുള്ള എൻഡ് ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾ ഫൈനലി ബ്ലോക്കിനുള്ളിലാണ് എഴുതുക. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ ട്രൈ ബ്ലോക്ക്, എക്സെപ്റ്റ് ബ്ലോക്ക്, ഫൈനലി ബ്ലോക്ക്. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രൈ ബ്ലോക്ക് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതിനകത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല. അപ്പോൾ ഏതായാലും ഈ എക്സെപ്റ്റിനകത്തോട്ട് കയറൽ ഉണ്ടാവില്ല. ഇപ്പോൾ ട്രൈ ബ്ലോക്ക് കഴിഞ്ഞിട്ട് പിന്നെ കൺട്രോൾ നേരെ ഫൈനലി ബ്ലോക്കിനകത്തോട്ടാണ് പോവുക. സോ ദ ഔട്ട്പുട്ട് വിൽ ബി ട്രൈ ബ്ലോക്ക്, ഫൈനലി ബ്ലോക്ക്. ഇനി ഈ ഒരു കേസിൽ ഇവിടെ എക്സെപ്ഷൻ ജനറേറ്റ് ആകും. ഇപ്പോൾ ഫസ്റ്റ് ട്രൈ ബ്ലോക്ക് എന്നുള്ള ഈ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യും. ദെൻ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും എക്സെപ്ഷൻ ജനറേറ്റ് ആവും. സോ കൺട്രോൾ നേരെ ഈ ഒരു ലൈനിനകത്തോട്ട് വരും. എക്സെപ്റ്റ് ബ്ലോക്ക് എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഫൈനലി ബ്ലോക്കും പ്രിന്റ് ചെയ്യും. അപ്പോൾ ഫൈനലി ഇവിടെ എന്തായാലും ഫൈനലി ബ്ലോക്ക് എന്തായാലും എക്സിക്യൂട്ട് ആവും. ഇനി യൂസറിന് ഒരു എക്സെപ്ഷൻ റേസ് ചെയ്യാൻ പറ്റും. അതായത് യൂസറിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള എക്സെപ്ഷന് ക്രിയേറ്റ് ചെയ്യാം. അതാണ് റേസിംഗ് എക്സെപ്ഷൻ ഇൻ പൈത്തൺ. In Python, we have an option to throw an exception if certain conditions are met. അതായത് ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് യൂസറിന് എന്ത് ചെയ്യാം, ഒരു എക്സെപ്ഷന് മാനുവലി ജനറേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ കേസിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എക്സെപ്ഷൻ ജനറേറ്റ് ആവുകയാണ് ചെയ്തത്. ഇവിടെ യൂസറിന് മാനുവലി ഒരു എക്സെപ്ഷന് എന്ത് ചെയ്യാം, റേസ് ചെയ്യാം അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാം. ഇറ്റ് അലോസ് യു ടു ഇന്ററപ്റ്റ് ദ പ്രോഗ്രാം ബേസ്ഡ് ഓൺ യുവർ റിക്വയർമെന്റ്. ടു ത്രോ ആൻ എക്സെപ്ഷൻ വി ഹാവ് ടു യൂസ് ദ കീവേഡ് റേസ്. ഈ ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു എക്സെപ്ഷനെ ജനറേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ വാല്യൂ ഈക്വൽ ടു 2000 ഇഫ് വാല്യൂ ഗ്രേറ്റർ ദാൻ 1000 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്കറിയാം വാല്യൂ 2000 ആണ്, അത് ഗ്രേറ്റർ ദാൻ 1000 ആണ്. അപ്പം ഈ ഒരു കേസിൽ എന്തായാലും ഈ ഈഫ് ബ്ലോക്ക് വർക്ക് ചെയ്യും. അപ്പം ഈ ഈഫ് ബ്ലോക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു എക്സെപ്ഷന് നമ്മൾ റേസ് ചെയ്യാണ്, ജനറേറ്റ് ചെയ്യാണ്. സോ റേസ് വാല്യൂ എറർ എന്നുള്ളത് പൈത്തണിനകത്തുള്ള ഓൾറെഡി ഉള്ള ഒരു എക്സെപ്ഷൻ ആണ്. സോ റേസ് വാല്യൂ എറർ, ഗിവ് എ വാല്യൂ ലെസ് ദാൻ 1000. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യും, ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും, വാല്യൂ എറർ, ഗിവ് എ വാല്യൂ ലെസ് ദാൻ 1000 എന്നുള്ള ഈ ഒരു മെസ്സേജ് എന്ത് ചെയ്യും, ജനറേറ്റ് ആവും. അപ്പോൾ ഇവിടെ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാണ് ചെയ്തത്. ഇനി ഈ ഒരു കേസ് നോക്കുക. ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഡിവൈഡ് എ ബൈ ബി, എ കോമ ബി. ഒരു ഫംഗ്ഷൻ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ ആരെങ്കിലും കോൾ ചെയ്യണം. അപ്പോൾ കോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇവിടുന്ന് മേലോട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാം ഈ ഫംഗ്ഷൻ ഡെഫിനിഷന്റെ പാർട്ടായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ ആരെങ്കിലും കോൾ ചെയ്യണം. അപ്പോൾ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, എക്സിക്യൂഷൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. റിസൾട്ട് ഈക്വൽ ടു ഡിവൈഡ് ഓഫ് 10,0. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ കോളിംഗ് ആണ്, ഡിവൈഡ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. അപ്പോൾ കൺട്രോൾ ഇങ്ങോട്ട് വരും, 10 എന്നുള്ള വാല്യൂ എക്കാത്തോട്ട് അസൈൻ ചെയ്യും, 0 എന്നുള്ള വാല്യൂ ബി കാത്തോട്ടും അസൈൻ ചെയ്യും. ഇഫ് ബി ഈക്വൽസ് 0 ആണെങ്കിൽ, യൂസർ ഇൻപുട്ട് ചെയ്യുന്ന സെക്കൻഡ് വാല്യൂ ഡിവിഷൻ ബൈ 0 ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാം. അതാണ് റേസ് എക്സെപ്ഷൻ. അപ്പോൾ എക്സെപ്ഷൻ എന്നുള്ളത് അതും ഒരു ടൈപ്പ് എക്സെപ്ഷൻ ആണ്. നേരത്തെ നമ്മൾ ഡിവിഷൻ ബൈ 0 എക്സെപ്ഷൻ പറഞ്ഞു, വാല്യൂ എറർ പറഞ്ഞു. ഇവിടെ എക്സെപ്ഷൻ എന്നുള്ളതും പൈത്തണിനകത്തുള്ള ഒരു ടൈപ്പ് ക്ലാസ് ആണ്, ഒരു എക്സെപ്ഷൻ ആണ്. സോ റേസ് എക്സെപ്ഷൻ കനോട്ട് ഡിവൈഡ് ബൈ 0 എന്നുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്യും. ദെൻ റിട്ടേൺ എ ബൈ ബി, അതായത് 0 അല്ലെങ്കിൽ എ ബൈ ബി റിസൾട്ട് ആണ് പ്രിന്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് ബി എന്നുള്ള വാല്യൂനകത്തോട്ട് 0 എന്നുള്ള വാല്യൂ ആണ് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ കനോട്ട് ഡിവൈഡ് ബൈ 0 എന്നുള്ള ആ ഒരു എക്സെപ്ഷൻ ആണ് ഇവിടെ ജനറേറ്റ് ആവുക. ഓക്കെ, ആൻ എറർ ഒക്കേർഡ്, കനോട്ട് ഡിവൈഡ് ബൈ 0. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മാനുവലി എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. അവിടെ യൂസ് ചെയ്യുന്ന കീവേഡ് റൈസ് എന്നുള്ള കീവേഡ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ തൽക്കാലം നമുക്ക് എക്സെപ്ഷൻ്റെ ഈ ഒരു ചെറിയ ടോപ്പിക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.